Hi everyone, welcome to Franklin's Lectures. Decide your college in one click. ഓക്കെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള കോളേജുകൾ ഏതൊക്കെയാണ് നോക്കാനാണ്. എഞ്ചിനീയറിംഗ് കോളേജുകൾ കീം എഴുതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പാമ്പാടി. ഓക്കെ, ഇതൊരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. 1991 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA അക്രഡിറ്റഡ് ആണ്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, അതിന്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, നല്ല കോളേജാണ്. ഗ്രൗണ്ട് 1991 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ് കേട്ടോ. ഇനി അവിടെ ഏതൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ട്, അതിന്റെ ഇൻടേക്സുകൾ നോക്കാം. ഒന്ന് ആർക്കിടെക്ചർ ആണ്, കീം എഴുതിയിട്ട് വരുന്ന ഇതാണ്. നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 30 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 430 സീറ്റ് ഉണ്ട്. ഇവിടെ ആർക്കിടെക്ചറിന് 40 സീറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി കീം ഇവിടെ അഡ്മിഷൻ മോഡ് കീം എഴുതിയിട്ടാണ് നമ്മൾ കയറുക. ഞാൻ എഞ്ചിനീയറിംഗിന്റെ മാത്രമാണ്, ആർക്കിടെക്ചറിന് വേറെ തന്നെയാണ് എന്ത് വരുന്നത്, അലോട്ട്മെന്റ് പ്രോസസ്സ് വരിക. ഓക്കെ, NAT എഴുതിയിട്ടാണ്, നേരത്തെ എക്സാം എഴുതിയിട്ടാണ് കയറുക. നമ്മളിപ്പോൾ കീം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് 2025 കട്ട് ഓഫ് വർക്കാണ് സ്റ്റേറ്റ് മെറിറ്റിന്റെ. സിവിൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 14,668 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 3,719 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 8,082 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 4,608 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 12,357 വന്നത്. റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വന്നത് 7,619 ഓക്കെ, അടുത്ത അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ 8,410 ഇതൊരു ഗവൺമെന്റ് ഫീസ് ആയതുകൊണ്ടാണ് ഒരു 10,000-11,000 ലെവലിലാണ് വരിക, എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ. ഓക്കെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 67 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, ഫാബ് ലാബ്. ഓക്കെ, ഫാബ് ലാബ് ഉണ്ട്. ഹോസ്റ്റല്, ക്യാൻറ്റീന്, കഫ്തീരിയ, ഓഡിറ്റോറിയം, കോൺഫറൻസ് ആൻഡ് സെമിനാർ ഹാൾസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, കോളേജ് ബസ്സസ്. ഫാബ് ലാബ് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കോളേജുകളിൽ, നല്ല കോളേജുകളിൽ ഫാബ് ലാബ്സുകൾ ഉണ്ടാവും. അതായത് നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ഐഡിയാസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇതുണ്ടാവും. 3D പ്രിന്റിംഗ് മെഷീൻസ്, സർക്യൂട്ട് PCB, സർക്യൂട്ട് എന്താ പറയുക, പ്രിന്റിംഗ് മെഷീൻസ്, അത്തരത്തിലുള്ള നല്ല അഡ്വാൻസ്ഡ് CNC മെഷീൻ എന്തായാലും പല കോളേജുകളിലും ഉണ്ടാവും. ഇത്തരത്തിലുള്ള നമുക്ക് ആ പ്രോട്ടോടൈപ്പ് ആക്കിയെടുക്കാനും വേണ്ടിയിട്ട്, നമ്മുടെ ഐഡിയനെ ആക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് തന്നെ നോർമൽ പഠിക്കേണ്ട ലാബ് അല്ലാതെ തന്നെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് എന്തുണ്ടാവും, എക്സ്ട്രാ ലാബുകൾ അവിടെ ഉണ്ടാവും. അതിന് ട്രെയിൻഡ് ആയിട്ട് സാറുമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്, ഫാബ് ലാബ് ഉണ്ട് എന്നാണ് പറയുന്നത്. ലാബിന്റെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ലാബ്സിന്റെ ഫോട്ടോസ് ആണ്. ഓക്കെ, നമുക്ക് തന്നെ പഠിക്കാനുള്ള സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിന് നമുക്ക് എന്തുണ്ടാവും, ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും മീൻസ് ബാക്കിയുള്ളതിനൊക്കെ എന്തുണ്ടാവും, ലാബ് ഉണ്ടാവും. സിവിലിനും മെക്കാനിക്കൊക്കെ ലാബ് ഉണ്ടാവും. ആ ലാബുകളുടെ ഫോട്ടോസ്. അതെന്തിനാ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയാനും വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, ഇവിടുത്തെ പ്ലേസ്മെന്റ് സമ്മറി ഹയസ്റ്റ് സാലറി 8 LPA, ആവറേജ് സാലറി 4 LPA ആണ്. അവിടുത്തെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. മീൻസ് ഇതിലും കൂടുതൽ റിക്രൂട്ടേഴ്സ് വന്നിട്ടുണ്ടാവും, ഒരു കുറച്ച് റിക്രൂട്ടേഴ്സിന് കൊടുത്തതാണ്. പോസ്റ്റ് ഗ്ലോബലും കീ വാലീസ്, IBM ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ നമ്പർ ഓഫ് ഓഫർ റിസീവ്ഡ്. ഓക്കെ, നമുക്ക് വേണ്ടത് BTech CSE 87 നമ്പർ ഓഫ് ഓഫേഴ്സ്, 87 ഓഫർ വന്നിട്ടുണ്ട്. EC 36, സിവിൽ എഞ്ചിനീയറിംഗ് 10, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 6, ഇലക്ട്രിക്കൽ 31. ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അധികം സോഫ്റ്റ്വെയർ കമ്പനീസ് വരുമ്പോൾ സർക്യൂട്ട് ബ്രാഞ്ചിൽ നിന്നായിരിക്കും കൂടുതൽ ആൾക്കാരെ എടുക്കാം. മീൻസ് CS ബ്രാഞ്ച് കൂടാതെ പിന്നെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കലിനൊക്കെ കൂടുതൽ ആൾക്കാരെ എടുക്കും. മീൻസ് എന്തായാലും മെക്കുന്നൊക്കെ ആൾക്കാരെ എടുക്കും. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് നോക്കാം. ഡോക്ടറൽ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച്, PhD പ്രോഗ്രാം ഉണ്ട്. PhD റിസർച്ച് അണ്ടർ KTUവിൻ്റെ അണ്ടറിലുള്ള PhD റിസർച്ച് ഉണ്ട്.
ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി ഇൻ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ട് അവിടെ PhDന്റെ എന്തുണ്ട് റിസർച്ച് ഉണ്ട്. ഓക്കെ, അപ്രൂവ്ഡ് റിസർച്ച് സെന്റർ ആണ്. ഇറ്റ് ഈസ് ആൻ AICTE അപ്രൂവ്ഡ് സെന്റർ ഫോർ PhD അണ്ടർ ദ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം QIP ആൻഡ് AICTE ഡോക്ടറൽ ഫെലോഷിപ്പ് സ്കീം. ഓക്കെ, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട് RITയിൽ ആൻഡ് IEDC ഇന്റേൺഷിപ്പ് ഡെവലപ്മെന്റ്സ് IEDC ഉണ്ട്. സപ്പോർട്ട് സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് മെന്റർഷിപ്പ്. ഇത് ഞാൻ വീണ്ടും ഫുള്ള് വായിച്ച് പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ കോളേജിലും ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൽ IEDC ഉള്ളിടത്തൊക്കെ ഇതന്നെ ചെയ്യുന്നത്, സ്റ്റാർട്ടപ്പിനെ ഇതാക്കാൻ. അവിടെ എന്തുണ്ട്, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട്, CRD സാറ്റലൈറ്റ് സെന്റർ ഉണ്ട്. The campus acts as a satellite center for the Center for Engineering Research and Development, promoting basic and applied research, providing seed money for the faculty and aiding student project. Okay, ഫാക്കൽറ്റീസിന് സീഡ് മണി കിട്ടി, അത് ചെയ്തിട്ട് സ്റ്റുഡൻസിന്റെ പ്രൊജക്റ്റിനെ എയ്ഡ് ചെയ്യുന്നുള്ള രീതിയിലാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കൺസൾട്ടൻസി ആൻഡ് ടെസ്റ്റിംഗ്. The industrial training, consultancy and sponsored research, self-provided consultancy service including structural stability assessment and concrete mix design to various government and private organization. Specialized labs. The campus include a center for advanced signal processing established in 2011 which focus on digital signal processing. അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാബുകളുണ്ട്. പബ്ലിക്കേഷൻസ് ആൻഡ് പാറ്റന്റ്. ഫാക്കൽറ്റി മെമ്പേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് are engaged in patenting, such as the patent for the system and method for abnormal activity detection granted to the EC department. Okay, patent കിട്ടിയ ഒരു പ്രൊജക്റ്റ് ആണ് EC ഡിപ്പാർട്ട്മെന്റിൽ. ഓക്കെ, ടെക്നിക്കൽ ഇവന്റ്. RIT host conference and workshops such as international conference on recent innovation and technology, conference on recent innovation and technology, and participation in competition like the Sai Baja contest. Okay, അതായത് അവിടെ അത്യാവശ്യം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്ന് അർത്ഥം. കാരണം അതിനായിട്ടുള്ള എന്തുണ്ട്, ഫെസിലിറ്റി അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടുത്തെ ഫെസ്റ്റുകളാണ്, ഫെസ്റ്റുകളുടെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് ഫെസ്റ്റ് അവിടെ നടക്കാറുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, നല്ല കോളേജാണ്. അടുത്ത സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ്. അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, NCC ഉണ്ട്, IST ഉണ്ട്. കൂടാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ, കോളേജിൻ്റെ ഉള്ളിൽ തന്നെ ഫിലിം ക്ലബ്ബ്, ഡാൻസ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ്, ഗെയിമിംഗ് ക്ലബ്ബ്, ബോധി ക്യൂസ് ക്ലബ്ബ്, മെക്കട്രോണിക്സ് ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, വുമൻസ് ക്ലബ്ബ്, ടിങ്കർ ഹബ്ബ്, IEDC ബൂട്ട് ക്യാമ്പ്, സായി, TBI, ട്രിപ്പിൾ സെല്ല്, YEP, സ്വച്ഛ് ഭാരത് ഇന്റേൺഷിപ്പ്, ഉന്നത് ഭാരത് അഭിയാൻ. ഓക്കെ, ഇത്തരത്തിലുള്ള ക്ലബ്സ് അവിടെ ഉണ്ട്. ഓക്കെ, കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ. ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക് ഫെസ്റ്റ്, നൈസ് കോളേജ് എക്സ്പീരിയൻസ് എന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കണേ. ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട്ലി സ്റ്റണ്ടിങ് കോളേജ്. ഓക്കെ, നല്ല കോളേജാണ്. അതായത് ഗവൺമെന്റ് കോളേജിൽ വരുന്ന അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടെങ്കിൽ കിട്ടാവുന്ന ഒരു കോളേജാണ് RIT, അതായത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കോളേജ് സെയിന്റ് കിഡ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പത്തമുട്ടം. ഓക്കെ, സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. കോട്ടയത്ത് വരുന്നതാണ്. NBA അക്രഡിറ്റഡ് കോളേജാണ്. K2ന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. അതായത് ഒരു സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ്. ഓക്കെ, കോളേജിന്റെ ക്യാമ്പസ് ആണ്. ഓക്കെ, ഇതിന്റെ ക്യാമ്പസ് ആണ്. രസമുള്ള ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇനി അവിടുത്തെ സീറ്റുകൾ നോക്കാം. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അവിടെ 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റ്. നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി, അതിനും 60 സീറ്റ്. ആൻഡ് ഫുഡ് ടെക്നോളജി 60 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ 120 സീറ്റ്. അങ്ങനെ ടോട്ടൽ 750 സീറ്റ് ഉണ്ട്. നമ്മൾ പല കോളേജുകളിലും കേൾക്കാത്ത
സീറ്റുകൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അവിടെ. കൂടാതെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്. കൂടാതെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി ഉണ്ട്, ഫുഡ് ടെക്നോളജി ഉണ്ട്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ഇത്തരത്തിലുള്ള ബ്രാഞ്ചുകൾ അവിടെ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 750 ഇൻടേക്ക് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് കീം മാനേജ്മെന്റ് NRI കോട്ട വഴി അവിടെ കയറാം. അവിടുത്തെ ലാസ്റ്റ് ഇയർ കീമിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 30,935, സിവിൽ എഞ്ചിനീയറിംഗിന് ഏകദേശം 59,938 ആണ് ലാസ്റ്റ് കട്ട് ഓഫ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 13,358, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 33,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 29,000 സംതിങ് ആണ് വന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 14,000 സംതിങ് ആണ് വന്നത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി 53,520 വന്നു. ഫുഡ് ടെക്നോളജി 57,503 ആണ് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 38,631. അതിൻ്റെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ വന്നത് 60,203 ആണ്. പിന്നെ എന്തുണ്ട്, കാറ്റഗറി ലിസ്റ്റ് പ്രകാരം റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ടാവും, കീമിന്റെ റാങ്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഏത് കോളേജിലാണ് കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് നോക്കാൻ പറ്റും. ഓക്കെ, ഇനി ഫീസ്. അവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 86,425 രൂപയാണ് പെർ ഇയർ. ഓക്കെ, അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ ആണ് പറഞ്ഞത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 31 ഏക്കർ ക്യാമ്പസ് ആണ്. ചാപ്പല്, ഹോസ്റ്റല്, ലൈബ്രറി, ട്രാൻസ്പോർട്ടേഷൻ, ജിമ്മ്, ബാങ്ക് ആൻഡ് ATM, ക്യാൻറ്റീൻ, ക്രിക്കറ്റ് നെറ്റ്, പ്രാക്ടീസ് ഏരിയ, ബാസ്കറ്റ്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ കോർട്ട് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ലബോറട്ടറീസ്, പ്രോസസ് കൺട്രോൾ ലാബിൻ്റെയും കുറച്ച് ലാബിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ ലാബിൻ്റെ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻ ലാബിൻ്റെ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ലാബൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ നോക്കാം. അടുത്ത പ്ലേസ്മെൻറ്റ് സമ്മറി. IS സാലറിയും ആവറേജ് സാലറിൻ്റെ ഡീറ്റെയിൽസ് ഇല്ല. അവിടെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ടുള്ളത് മഹീന്ദ്ര, ആദിത്യ ബിർള, മലബാർ ഗോൾഡ്സ്, എയർടെൽ, മലയാള മനോരമ, IBM, അൾട്രാടെക്, ടെക് മഹീന്ദ്ര, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഏഷ്യൻ പെയിന്റ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ എന്തുണ്ട്, സൈൻകിഡ്സ് സെന്റർ ഓഫ് ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്. നോർമലി എന്താണ്, സ്റ്റാർട്ടപ്സിനെ എന്ത് ചെയ്യാനും വേണ്ടിയിട്ട്, ഇന്നോവേഷനും സ്റ്റാർട്ടപ്സിന് മെന്റർ ചെയ്യാനും അതിന് അസിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് ആ ഇത് വരുന്നത്, സെല്ല് വരുന്നത്. റിസർച്ച് ഏരിയാസ്, അവിടുത്തെ ആക്റ്റീവ് റിസർച്ച് ഇൻ മെഷീൻ ഓർ ഡീപ്പ് ലേണിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, റോബോട്ടിക്സ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റത്തിലൊക്കെയാണ് അവിടെ എന്ത് വരുന്നത്, റിസർച്ച് നടക്കുന്നത്. ഇന്നോവേഷൻ ആൻഡ് പ്രൊജക്ട്, സ്റ്റുഡൻറ് എൻഗേജ് ഇൻ പ്രൊജക്ട് ലൈക്ക് ബയോ റിയാക്ടേഴ്സ്, വേസ്റ്റ് പ്ലാസ്റ്റിക് പൈറോലിസിസ് ആൻഡ് മൂവിംഗ് ബെഡ് ബയോ ഫില്ലിംഗ് ടാങ്ക്സ്. ഇതിലൊക്കെയാണ് എന്തുള്ളത്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഉള്ളത്. സൃഷ്ടി, ആനുവൽ മേജർ ഇന്നോവേഷൻ കോമ്പറ്റീഷൻ ഓർഗനൈസ്ഡ് ബൈ ദ കോളേജ് ടു ഫോസ്റ്റർ ടെക്നിക്കൽ ഇന്നോവേഷൻ. ഇൻഡസ്ട്രി കൊളാബറേഷൻ, ദ കോളേജ് ആക്റ്റീവ്ലി വർക്ക് വിത്ത് ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി കോളേജിന്റെ ഫെസ്റ്റ് നോക്കാം. അപ്പോൾ അവിടെ ഫെസ്റ്റ് നടക്കാറുണ്ട്, കണ്ടോ, ഫെസ്റ്റിൽ നടന്നിട്ടുള്ള ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടുത്തെ സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ് നോക്കാം. അവിടെ IEEE, IEDC, NSS, NCC, IST, അസ്ട്രോണമി ക്ലബ്ബ്, കോഡിംഗ് ക്ലബ്ബ്, സൈൻകിഡ്സ്, സഹയാദ്രി നേച്ചർ ക്ലബ്ബ്, കൾച്ചറൽ ക്ലബ്ബ്, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, IEEE ഉണ്ട്, IEEE IAS, IEEE PES, IEI, ഇത്ര ക്ലബ്ബുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി അവിടുത്തെ റിവ്യൂ നമുക്ക് നോക്കാം. റിവ്യൂ നിങ്ങൾ നോക്കണേ, ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ. ഓക്കെ, ബെസ്റ്റ് പ്ലേസ് ടു ലേൺ സം ഡാമേജ്ഡ് ആൻഡ് ഗ്രേറ്റ് തിങ്സ്. ഇത് ഉദ്ദേശിച്ച് മനസ്സിലായില്ല. ആൻ ഓർഡിനറി റിവ്യൂ ഓഫ് ആൻ ഓർഡിനറി. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. ഓരോ കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഓരോരുത്തരും എഴുതുന്നതായിരിക്കും. നിങ്ങൾക്കൊരു ഓവർവ്യൂ തരാനും വേണ്ടിയിട്ടാണ്
കോളേജിനെ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു ഓവർവ്യൂ തന്നു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, ആ കോളേജ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആ കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ, ഗൂഗിൾ റിവ്യൂ എടുത്ത് നോക്കാം, അല്ലാതെ അവിടുത്തെ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അടുത്ത കോളേജാണ് അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാഞ്ഞിരപ്പള്ളി. ഇതും സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ്. 2001 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA ആൻഡ് NAC A ഗ്രേഡ് ഉള്ള കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജ് തന്നെയാണ്. സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ് കേട്ടോ. കോളേജിന്റെ ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ് ആണ്. ഓക്കെ, നല്ല ക്യാമ്പസ്. അടുത്തത് അവിടുത്തെ ബ്രാഞ്ചുകളും അതിന്റെ ഇൻടേക്ക് നമുക്ക് നോക്കാം. അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റ് ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 180 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 60 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിയിൽ 60 സീറ്റ് ഉണ്ട്, ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്, ഫുഡ് ടെക്നോളജിക്ക് 60 സീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. അങ്ങനെ 840 സീറ്റ് ഉണ്ട്. ഓക്കെ, കുറേ ബ്രാഞ്ചുകൾ ഉണ്ട് അവിടെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഉണ്ടോ. കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സൈബർ സെക്യൂരിറ്റിയിലും സെപ്പറേറ്റ് ബ്രാഞ്ചുകളുണ്ട്. ഫുഡ് ടെക്നോളജി ഉണ്ട്, മെക്കാനിക്കലിൽ ഓട്ടോമൊബൈൽ വരുന്നുണ്ട്, അതിൻ്റെ മെറ്റലർജി വരുന്ന ഇതുണ്ട്, എന്താ പറയുക, ബ്രാഞ്ചും ഉണ്ട്. അടുത്തത് അഡ്മിഷൻ മോഡ്, സ്കീം മാനേജ്മെന്റ് NRI കോട്ട വഴി നമുക്ക് അവിടെ കയറാം. അവിടുത്തെ ലാസ്റ്റ് ഇയറത്തെ കട്ട് ഓഫ് ആണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് വന്നിട്ടുള്ളത് 25,451 വന്നത്. കെമിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 27,479 ആണ്. സിവിൽ എഞ്ചിനീയറിംഗിന് വന്നത് 65,289. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 17,504. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേ ബി പുതിയ ബ്രാഞ്ച് ആയിരിക്കും, ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഒന്നും കൊടുത്തിട്ടില്ല. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി 20,765 ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത്. കൂടാതെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 38,994. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 25,400 സംതിങ്ങും. ഫുഡ് ടെക്നോളജിക്ക് വന്നത് 47,900 വന്നത്. മെക്കാനിക്കൽ ഓട്ടോമൊബൈലിന് വന്നത് 51,600. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 37,000 സംതിങ്ങും. ആൻഡ് മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗിന് 35,680 വന്നത്. ഓക്കെ, അവിടുത്തെ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 1,28,655 രൂപയാണ് ഉള്ളത്, അപ്രോക്സിമേറ്റ്. ഓക്കെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി, ക്യാമ്പസ് ഏരിയ 63 ഏക്കർ ക്യാമ്പസ് ആണ്. ബാസ്കറ്റ്ബോൾ കോർട്ട്, കഫ്തീരിയ, ജിമ്മ്, ചാപ്പൽ, കോളേജ് ബസ്, കോളേജ് സ്റ്റോർ, കോമൺ കമ്പ്യൂട്ടർ സെന്റർ, കമ്മ്യൂണിക്കേഷൻ ലാബ്, കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറി, കോൺഫറൻസ് ഹാള്, ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, ഫുട്ബോൾ ഗ്രൗണ്ട്, ജിംനേഷ്യം, ഓൾ മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയം, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ്, മിനി ഓഡിറ്റോറിയം കം എക്സാമിനേഷൻ ഹാൾ, റീഡിംഗ് റൂം, സെമിനാർ ഹാള്, സ്മാർട്ട് ക്ലാസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ധാരാളം ഫെസിലിറ്റീസ് എന്തുണ്ട് കോളേജിലുണ്ട്. 63 ഏക്കർ ക്യാമ്പസ് ആണ്. ഓക്കെ, ലാബിന്റെ ഒക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, CNC മെഷീൻ എന്ന് തോന്നുന്നു. ഓക്കെ, അവിടുത്തെ പ്ലേസ്മെന്റ് സമ്മറി 15 LPA ആണ് ഹയസ്റ്റ് സാലറിയും, 4.5 LPA ആണ് എന്ത് ആവറേജ് സാലറിയും കൊടുത്തിട്ടുള്ളത്. ധാരാളം കമ്പനീസ് വന്നിട്ടുണ്ട്. ടെക് മഹീന്ദ്ര, ഇൻഫോസിസും, ഫെഡറൽ ബാങ്കും, ആക്സിസ് ബാങ്കും, IBMഉം, വിപ്രോയും, ICICI, കുറേ ബാങ്കുകൾ തന്നെ വന്നിട്ടുണ്ട്. HDFC ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതല്ലാതെ ധാരാളം കമ്പനികൾ വേറെയും വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് കമ്പനികളെ ഫോട്ടോസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. നല്ല കോളേജാണ്. അവിടെ നിന്നുണ്ട് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ ഇൻ സസ്റ്റൈനബിൾ ടെക്നോളജി, ക്രസ്റ്റ്, ഓവർസീസ് ലൈക്ക് R&D കൺസൾട്ടൻസി ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് IEDC, സ്റ്റാർട്ടപ്പ് വാലി ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടിങ്. ഇവരൊക്കെ എന്ത് ചെയ്യാം? ഓക്കെ, റിസർച്ച് ആൻഡ് എല്ലാ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൺസൾട്ടൻസിനൊക്കെ എന്ത് ചെയ്യുന്നു?
ആക്ടിവിറ്റീസിനൊക്കെ എന്ത് ചെയ്യുന്നു, ഓവർസീസ് ചെയ്യുന്നു ആര്, ക്രിസ്റ്റ. എല്ലാത്തിനും കൂടി നോക്കുന്ന ഒരു സെന്റർ, ഒരു എക്സ്റ്റൻഷൻ സസ്റ്റൈനബിൾ ടെക്നോളജി. AICTE ഐഡിയ ലാബ് ഉണ്ട്, 2022 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. സപ്പോർട്ട് അഡ്വാൻസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് ഫീച്ചറിംഗ് 3D പ്രിന്റിംഗ്, അഡ്വാൻസ്ഡ് ഡിസൈൻ ടൂൾസ് ആൻഡ് റോബോട്ടിക് വെൽഡിംഗ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. 3D പ്രിന്റിങ്, റോബോട്ടിക് വെൽഡിംഗ് ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. IEDC ആൻഡ് സ്റ്റാർട്ടപ്പ് വാലി പ്രൊമോട്ട് ഓണ്ടർപ്രണർഷിപ്പ് വിത്ത് ആൻഡ് ക്യാമ്പസ് സ്റ്റാർട്ടപ്സ് ഡെവലപ്ഡ് പ്രൊഡക്റ്റ് ലൈക്ക് ഓട്ടോമേറ്റഡ് റബ്ബർ ടേപ്പിംഗ് മെഷീൻ ആൻഡ് AI പവേർഡ് റോബോട്ടിക്സ്. ഓക്കെ, പ്രൊഡക്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമേറ്റഡ് റബ്ബർ ടാപ്പിംഗ് മെഷീനൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നവേഷൻ റെക്കഗ്നിഷൻ. ദ കോളേജ് ഈസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ഹൈ ലെവൽ ഇന്നോവേഷൻ ഇനീഷ്യേറ്റീവ് സച്ച് ആസ് ഹോസ്റ്റിംഗ് ദ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഒക്കെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അക്രഡിറ്റേഷൻ ആസ് ദ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരള വിത്ത് NAC A grade accreditation and NBA accreditation for prime department. The focus on technical excellence is high. I2A Innovation Idea Unleash. The program funding students projectine ഫണ്ട് ചെയ്യുന്ന പരിപാടിയാണ്. സ്റ്റാർട്ടപ്പ് വാലി, an in-house incubator that supports student startup and ownership entrepreneurship വെഞ്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. ഏത്, ഇൻഹൗസ് ഇൻക്യുബേറ്റർ സിസ്റ്റമാണ് ഇത് നമ്മുടെ സ്റ്റാർട്ടപ്പ് വാലി എന്ന് പറയുന്നത്. റിസർച്ച് ഫോക്കസ്. AJRC അമൽ ജ്യോതി റിസർച്ച് സെൽ പ്രൊമോട്ട് ഹൈ ക്വാളിറ്റി എത്തിക്കൽ റിസർച്ച് ആൻഡ് കൊളാബറേറ്റീവ് പ്രൊജക്ട് വിത്ത് ഇൻഡസ്ട്രീസ്. അതായത് അവിടെ എന്തുണ്ട്, ഇത്രയും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിസർച്ചും ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് എന്തെന്ന് നടക്കുന്ന കോളേജ് ആണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അവിടുത്തെ ടെക്നിക്കൽ കൾച്ചറൽ ഫെസ്റ്റിന്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ അവിടെ നടക്കാറുണ്ട്. ഓക്കെ, അവിടുത്തെ സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, IST ഉണ്ട്, NSS ഉണ്ട്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി IET ഉണ്ട്, CSI, SI ഇന്ത്യ, NDLI ക്ലബ്, ASCE യോഗ ക്ലബ്. ഓക്കെ, അത് കോളേജിന്റെ റിവ്യൂ. I would give a 4-star rating for അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊടുത്തിട്ടുണ്ട്. ഗുഡ് ഫെസിലിറ്റീസ്, പ്ലേസ്മെന്റ്, ഫാക്കൽറ്റീസ് ആൻഡ് ഓവറോൾ നൈസ് എന്നും റിവ്യൂ എടുത്തിട്ടുണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കാം. നെക്സ്റ്റ് കോളേജാണ് സെയിന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാല. സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ്, 2002 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. NBA ആൻഡ് NAC A ഗ്രേഡ് കോളേജാണ്, KT അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, കോളേജിന്റെ ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, അവിടെയുള്ള ബ്രാഞ്ചുകൾ നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് അവിടെ 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 180 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ്, ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 600 സീറ്റാണ് അവിടെ ഉള്ളത്. അവിടെ അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെന്റ്, NRI വഴി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അഡ്മിഷൻസ് എടുക്കാം. അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എങ്ങനെ നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 27,000 സംതിങ് ആണ് വന്നത്. സിവിൽ എഞ്ചിനീയറിംഗിന് 46,000 സംതിങ് വന്നു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 21,922 ആണ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വന്നത് 22,352. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് വന്നത് 28,531 ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 32,586. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 31,793. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 24,617. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 40,197 ആണ് വന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ ഒരു അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 77,110 ആണ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 46 ഏക്കർ ക്യാമ്പസ് ആണ്.
കോളേജ് ലൈബ്രറി, റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ്, ബാങ്ക് ആൻഡ് പോസ്റ്റൽ സർവീസ്, മെഡിക്കെയർ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, സ്റ്റുഡൻറ് കൗൺസിലിംഗ്, ക്രിക്കറ്റ് പിച്ചസ് ആൻഡ് പ്രാക്ടീസ് നെറ്റ്, ഫുട്ബോൾ കോർട്സ്, ഫുട്ബോൾ ഗ്രൗണ്ട്, ജിംനേഷ്യം, കോളേജ് സ്റ്റാഫ്. ഓക്കെ, അവിടുത്തെ ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. മീൻസ് ലബോറട്ടറീസ് ഒക്കെ നല്ല ലബോറട്ടറീസ് ഒക്കെ ഉണ്ട് നോക്കാനും വേണ്ടിയിട്ടാണ്. പ്ലേസ്മെന്റ് സമ്മറി, ഹയസ്റ്റ് സാലറി പാക്കേജ് എവിടെയും കണ്ടില്ല. ആവറേജ് സാലറി 3 LP ആണ് കണ്ടത്. അവിടുത്തെ ടോപ്പ് റിക്രൂട്ടേഴ്സ് IBM, കോസ്റ്റ് ഗ്ലോബൽ, ഇൻഫോസിസ്, TCS, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സദർലാൻഡ്, മഹീന്ദ്ര, ഇവരൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ്മെന്റ് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെൽ ഉണ്ട്, അതായത് R&D സെൽ ഉണ്ട്. 2012 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. റിസർച്ച് ആക്ടിവിറ്റീസിനെ മെന്റർ ചെയ്യുക, ഫണ്ടഡ് പ്രൊജക്റ്റിനെ മാനേജ് ചെയ്യുക ഫ്രം ഏജൻസീസ് ലൈക്ക് DST, AICT എന്നൊക്കെ വരുന്ന മാനേജ് ഫണ്ടഡ് പ്രൊജക്റ്റ്. ഓക്കെ, ആൻഡ് പ്രൊമോട്ട് പാറ്റന്റ് ഫയലിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് R&D സെല്ല് ചെയ്യുന്നത്. പാറ്റന്റ് ആൻഡ് പബ്ലിക്കേഷൻ, ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻസ് ആർ ആക്റ്റീവ് ഇൻ റിസർച്ച് വിത്ത് 784 റിസർച്ച് പേപ്പേഴ്സ് ആർ പബ്ലിഷ്ഡ് ഇൻ ദ ലാസ്റ്റ് 4 years. ലാസ്റ്റ് 4 yearsൽ 784 പാറ്റന്റ് റിസർച്ച് പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 784 റിസർച്ച് പേപ്പർ ലാസ്റ്റ് 4 yearsൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അലോങ് വിത്ത് 3 പാറ്റന്റ് ഓൺ ആൻഡ് 11 ഫയൽഡ് ആസ് ലൈറ്റ് 2023. 2023 ആകുമ്പോഴത്തേന് 3 പാറ്റന്റ് എടുത്തിട്ടുണ്ട്. 11 എന്ത് ചെയ്തിട്ടുണ്ട്, പാറ്റന്റിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ബൂട്ട് ക്യാമ്പ്സ്, അതായത് IEDCനെ പറ്റിയിട്ടാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി കൊളാബറേറ്റ് ചെയ്തിട്ട്, അസോസിയേറ്റ് ചെയ്തിട്ട് ദ കോളേജ് റൺ എ സ്റ്റാർട്ടപ്പ് ബൂട്ട് ക്യാമ്പ് ഓർ ഇന്നോവേഷൻ ഓർ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ. ദ സെന്റർ ഹാസ് ഇൻക്യുബേറ്റഡ് സെവറൽ സ്റ്റാർട്ടപ്പ് ഇൻക്ലൂഡിംഗ് ഇൻഫിസറി, ഫ്യൂച്ചർ ടെക് ലാബ് ആൻഡ് ലമാറ ടെക്നോളജീസ്. ഇതൊക്കെ അവിടുന്ന് ഉണ്ടായിട്ടുള്ള എന്താണ്, സ്റ്റാർട്ടപ്പാണ്. ഓക്കെ, ഈ 2 സ്റ്റാർട്ടപ്പും കോളേജിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. റിസർച്ച് സെന്റേഴ്സ്, SJCET is an approved research center for KTU in a field like mechanical, electrical, computer science and electronics engineering-ലൊക്കെ എന്തുണ്ട്, അവിടെ റിസർച്ച് നടക്കുന്നുണ്ട്. മേക്കർ സ്പേസ് ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് സ്പേസ് എക്യുപ്പേർഡ് വിത്ത് 3D printer, ഡെവലപ്പർ ബോർഡ് ഈസ് അവൈലബിൾ ഫോർ സ്റ്റുഡൻറ് ടു ബിൽഡ് പ്രോട്ടോടൈപ്പ് ഒക്കെ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ ഇത്തരത്തിലുള്ള 3D പ്രിന്റിംഗ് പോലത്തുള്ള സാധനം ഉണ്ട് എന്നർത്ഥം. ഇൻഡസ്ട്രി കൊളാബറേഷൻ, ദ കോളേജ് മെയിൻറ്റെയിൻ MOU വിത്ത് ഇൻഡസ്ട്രി ലീഡേഴ്സ് ലൈക്ക് UiPath, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, നാസ്കോം ആൻഡ് ഒറാക്കിളായിട്ടൊക്കെ എന്തുണ്ട്, കൊളാബറേഷൻ ഉണ്ട്. ഇന്നോവേഷൻ അവാർഡ് IEDCക്ക് എന്തുണ്ട്, ബെസ്റ്റ് പെർഫോമിംഗ് IEDC 2017 ആൻഡ് 2019 ബെസ്റ്റ് പെർഫോമിംഗ് IEDC അവാർഡൊക്കെ നേടിയിട്ടുണ്ട്. ഓക്കെ, കോളേജിലത്തെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ നോക്കാം. ഓക്കെ, ഇനി കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, നെക്സ്റ്റ് അവിടെയുള്ള സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. IEEE ഉണ്ട്, IEDC, ഏതാണ്, കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ ഈസ് റീജിയണൽ ചാപ്റ്റർ, ISHMT റീജിയണൽ ചാപ്റ്റർ എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ASME ചാപ്റ്റർ സ്റ്റുഡൻസ് ചാപ്റ്റർ ആയിരിക്കും. സായി ഇന്ത്യ, സൊസൈറ്റി ഓഫ് ഓട്ടോമേറ്റീവ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. ഓക്കെ, NSS, NCC, കൂടാതെ അവിടെ TEDxന്റെ ചാപ്റ്റർ ഉണ്ട്. കരാട്ടെ ക്ലബ്ബ്, സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്, ഡാൻസ് ക്ലബ്ബ്, ഇതൊക്കെ അവിടെ ഉണ്ട്. ഇവിടുത്തെ റിവ്യൂ, ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ആൻഡ് ഐ ആം ഇംപ്രസ്ഡ് ബൈ ദ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് അവർ കോളേജ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. കോളേജ് ഈസ് ഗുഡ് ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസിന് നല്ലതാണെന്നും ഉണ്ട്, റിവ്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കോളേജ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കോളേജിനും പറ്റിയിട്ട് അവിടുത്തെ എത്ര സീറ്റ് ഉണ്ട്, അവിടെ എന്തൊക്കെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഓക്കെ, അടുത്ത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ. ഓക്കെ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരാണ്. ഇതൊരു സെൽഫ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ് അണ്ടർ CAPന്റെ കീഴിൽ വരുന്ന
ഒരു IHRDന്റെ കീഴിലൊക്കെ വരുന്ന കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2000-2001 സമയത്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. NBA അക്രഡിറ്റഡ് ആണ്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, കോളേജിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഒരു ആവറേജ് രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും കാണാം. ഗവൺമെന്റ് കോളേജിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഉള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട കോളേജിന്റെ അത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കാണുന്നില്ല ഫോട്ടോഗ്രാഫ്സിൽ. പക്ഷെ നല്ല കോളേജ് ആയിരിക്കും, നല്ല ക്യാമ്പസ് ആയിരിക്കും. നമുക്ക് നോക്കാം. അവിടുത്തെ ബ്രാഞ്ചസുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 120 സീറ്റ്. അങ്ങനെ ടോട്ടൽ 360 സീറ്റ്. അവിടെ അഡ്മിഷൻ കീം മാനേജ്മെന്റ് NRI കോട്ട വഴി നമുക്ക് കയറാം. അവിടുത്തെ സിവിൽ എഞ്ചിനീയറിംഗിന് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത് 54,208 ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 23,288ഉം ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 53,906 ആണ് വന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 52,320ഉം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 34,502. ഫീസ് വരുന്നത് 75,880 ആണ് ഫീസ് വരിക. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്. ക്യാമ്പസ് ഏരിയ 25 ഏക്കർ ക്യാമ്പസ് ആണ്. സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, ലൈബ്രറി, ട്രാൻസ്പോർട്ട്, ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, കോപ്പറേറ്റീവ് സൊസൈറ്റി, സ്പോർട്സ് ആക്ടിവിറ്റീസ്, ലാംഗ്വേജ് ലാബ്, ഓഡിറ്റോറിയം, സെമിനാർ ഹാൾ, ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി ആണുള്ളത്. ലാബിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻ ലാബിന്റെയും മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, സർക്യൂട്ട് ലാബ്, ബേസിക് കമ്പ്യൂട്ടേഷണൽ ലാബ്, കുറച്ച് ലാബിന്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഹയസ്റ്റ് സാലറി ആൻഡ് അവറേജ് സാലറി, പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അവിടുത്തെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് കുറച്ച് കമ്പനീസിന് കൊടുത്തിട്ടുണ്ട്. സദർലാൻഡ്, കോഡ്നെസ്റ്റ്, ടെക് മഹീന്ദ്ര, ക്യൂ സ്പൈഡേഴ്സ്, ഗൗരി ടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇൻഫോസിസ് ഉണ്ട്, ട്രെൻസർ, അൽഗോമാക്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള കമ്പനികൾ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ IEEE സ്റ്റുഡൻസ് ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, റീജിയൻ 10 കേരള സെക്ഷന്റെ കീഴിൽ വരുന്ന IEEEന്റെ ബ്രാഞ്ച് ഉണ്ട്. ആൻഡ് ടെക്നിക്കൽ ഇവന്റ്സ് ആൻഡ് വർക്ക്ഷോപ്സുകൾ നടക്കാറുണ്ട്. റെഗുലർ ആയിട്ട് വർക്ക്ഷോപ്സും സെമിനാർസും നടത്താറുണ്ട്. അപ്ഡേറ്റഡ് വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആൻഡ് അഡ്വാൻസ്മെന്റ്. In all Kerala level technical event is hosted by the IEEE students branch to provide platform for exploring technical interest. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IEEEന്റെ കീഴിൽ വരുന്ന എന്താണ് വർഷം നടക്കുന്ന ടെക് ഫെസ്റ്റ് ആണ്. അതിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് ഉണ്ട്. കോളേജ് ഓഫർ MTech, അവിടെ MTech ഉണ്ട് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആൻഡ് വയർലെസ് ടെക്നോളജി വിച്ച് ലൈക്ലി ഇൻവോൾവ് റിസർച്ച് ഇനീഷ്യേറ്റീവ് നടത്തുന്നുണ്ട്. അതായത് അവിടെ എന്തുണ്ട്, MTech എന്തിലുണ്ട്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസിലും വയർലെസ് ടെക്നോളജിയിലൊക്കെ എന്തുണ്ട്, MTech ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ട് റിസർച്ച് അവിടെ നടക്കാറുണ്ട്. അക്കാദമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് എ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, ലൈബ്രറി, ലബോറട്ടറി ദാറ്റ് സപ്പോർട്ട് റിസർച്ച് എഫേർട്ട്. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത അവിടെ നടക്കുന്ന ഫെസ്റ്റുകളുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഉറുമി എന്നൊക്കെ പറഞ്ഞ ഫെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ഫാഷൻ ഷോ ഒക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, കോളേജിൽ നടക്കുന്ന ഫെസ്റ്റൊക്കെ നടക്കാറുണ്ട്. സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE, IEDC, NSS, IST, CK ഓപ്പൺ സോഴ്സ് ക്ലബ് ഒക്കെയാണ് ഉള്ളത്. റിവ്യൂ, യു കുഡ് എൻജോയ് യുവർ ക്യാമ്പസ് ലൈഫ് ഹിയർ ബട്ട് ഇഫ് യു ആർ ഇൻ ടു പ്ലേസ്മെന്റ് പ്രിഫർ അനദർ. വേറെ കോളേജ് പ്ലേസ്മെന്റ് ആണെങ്കിൽ വേറെ നോക്കാനുള്ള രീതിയിലാണ്. റിവ്യൂ ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ എന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ ഉണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. ഓരോരുത്തർക്കും അവരുടെ കോളേജ് ഓരോ രീതിയിലായിരിക്കും അനുഭവപ്പെടുക. അതുകൊണ്ടാണ് പറയുന്നത്. കുറേ പേര് വായിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ റിവ്യൂ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അടുത്ത ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഫോർ സ്റ്റാർട്ടപ്സ്, മറ്റക്കര. ഓക്കെ, ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2014 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്.
നാക് അക്രഡിറ്റഡ് ആണ്, KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഫോർ സ്റ്റാർട്ടപ്പ് കോളേജിൻ്റെ ഫോട്ടോസ് ആണ്. ഓക്കെ, ഓക്കെ, കോളേജിലെടുത്ത ബ്രാഞ്ചുകൾ നമുക്ക് നോക്കാം. അവിടെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതിന് 60 സീറ്റ് ഉണ്ട്. അത് വെറുതെ അല്ല, അവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ ഫോട്ടോയും കണ്ടിരുന്നു കോളേജിൽ. ഓക്കെ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റ്, കെമിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, അങ്ങനെ ടോട്ടൽ 300 സീറ്റ് ഉണ്ട്. അവിടെ അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെൻറ്റ്, NRI കോട്ട വഴിയാണ് കയറുക. അവിടുത്തെ ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് നോക്കാം. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 65,000 സംതിങ് ആണ് റാങ്ക് വന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് വന്നത് 63,857, കെമിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 67,223, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 66,206, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 67,569, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 37,733. ഓക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ് ഏറ്റവും കുറവ് വന്നത്, 37,733. ഓക്കെ, ബാക്കിയൊക്കെ ഏകദേശം ഒരു 60 സംതിങ്ങിലാണ് എന്ത് വന്നിട്ടുള്ളത്, റാങ്ക് വന്നിട്ടുള്ളത്. അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 ആണ് പെർ ഇയർ ആനുവൽ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ എന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ക്യാമ്പസ് ഏരിയ എത്രയാണെന്ന് കൊടുത്തിട്ടില്ല. ഹോസ്റ്റല്, സെൻട്രൽ ലൈബ്രറി, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, ബാങ്കിങ് ഫെസിലിറ്റീസ് ആൻഡ് ATM, സ്റ്റാർട്ടപ്സ് ആൻഡ് ട്രെയിനിങ് സപ്പോർട്ട്. ഓക്കെ, ലാബിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. മേ ബി ഇത് എയറോനോട്ടിക്കലിൻ്റെ ലാബായിരിക്കും. ഓക്കെ, പല ലാബിൻ്റെയും മെഷീൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്ലേസ്മെൻറ്റ് സമ്മറി, IS സാലറിയോ അവരെ സാലറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് കാണുന്നത് MRF, ഐച്ചർ, നിപ്പോൺ ടയോറ്റ, ഏഷ്യൻ പെയിൻറ്റ്, OEN ഇന്ത്യ ലിമിറ്റഡ്, വി മേക്ക് ഇലക്ട്രോണിക്സ് വർക്ക്. ഓക്കെ, അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, കീ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സെൽസ് നോക്കാം. അവിടുത്തെ സ്റ്റാർട്ടപ്സിൻ്റെ എന്തുണ്ട്, സെല്ലുണ്ട്. അത് സ്റ്റാർട്ടപ്സ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഫോക്കസ്, എയിം ടു ട്രെയിൻ സ്റ്റുഡൻറ്റ് ഇൻ ഇന്നോവേഷൻ ആൻഡ് ടു ക്രിയേറ്റ് സ്റ്റാർട്ടപ്സിൽ എയിം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എയിം ടു ട്രെയിൻ ആണ്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സെൽസ് എന്ത് ചെയ്യുന്നു, റിസർച്ച് പ്രൊജക്റ്റ് ഇൻ കൊളാബറേഷൻ വിത്ത് ഫാക്കൽറ്റി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഡാറ്റാ സയൻസിലും എന്തുണ്ട്, ആക്റ്റീവ് റിസർച്ച് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രി കൊളാബറേഷൻ, സ്ട്രോങ് പാർട്ണർഷിപ്പ് വിത്ത് ലീഡിംഗ് കമ്പനീസ്, ഫെസിലിറ്റേറ്റ്സ് ഇന്റേൺഷിപ്പ് ആൻഡ് ആസ് ഓഫ് 2025 ഓഫർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ റിസർച്ച് ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്. അതായത് പല ഇൻഡസ്ട്രി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊളാബറേറ്റ് ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ, ദ ക്യാമ്പസ് ഈസ് എക്യുപ്പേർഡ് വിത്ത് മോഡേൺ അഡ്വാൻസ്ഡ് ലാബ്സ് ദാറ്റ് എനേബിൾ സ്റ്റുഡൻസ് ടു ടെസ്റ്റ് ഐഡിയാസ് ആൻഡ് ഡിസൈൻ പ്രോട്ടോടൈപ്സ്. പിന്നെ IPR, കോളേജ് സപ്പോർട്ട് IPR ഇനീഷ്യേറ്റീവ് ടു എൻകറേജ് ഇന്നോവേഷൻസ്. ഓക്കെ, കോളേജിൽ എന്തുണ്ട്, ടെക് ഫെസ്റ്റുകളും കൾച്ചറൽ ഫെസ്റ്റുകളും നടക്കാറുണ്ട്. ഓക്കെ, അതിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ് നോക്കാം. IIC ഉണ്ട്, IEDC ഉണ്ട്, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട്, NSS, എക്കോ ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്. കോളേജിനെ പറ്റിയുള്ള റിവ്യൂ, ഇറ്റ് ഈസ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റഡി എന്ന് കൊടുത്തിട്ടുണ്ട്. ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ് ഈസ് ആൾവേസ് എ ബെറ്റർ ഓപ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. നെക്സ്റ്റ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാർ. ഓക്കെ, ഇതും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. ആരുടെ കീഴിലുള്ള, IHRDൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. 2000 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. അക്രഡിറ്റേഷൻ ഒന്നും കണ്ടില്ല. ഓക്കെ, KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കോളേജിൻ്റെ ക്യാമ്പസ്. അവിടുത്തെ സീറ്റ് ആൻഡ് ഇൻടേക്സ് നോക്കാം.
അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് ഒരു 90 സീറ്റും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 30 സീറ്റും അങ്ങനെ ടോട്ടൽ 120 സീറ്റാണ് അവിടെ ഉള്ളത്. ചെറിയ കോളേജാണ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, കോളേജിന്റെ അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫും നോക്കാം. അഡ്മിഷൻ മോഡ് കീമും മാനേജ്മെന്റും NRIയും കയറാം. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 40,164 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 48,291 ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത്. അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 58,520 വന്നത്. ആൻഡ് ക്യാമ്പസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് നോക്കും. ക്യാമ്പസ് ഏരിയ കൊടുത്തിട്ടില്ല. CCF ഉണ്ട്, മീൻസ് കമ്പ്യൂട്ടർ സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, ലൈബ്രറി, സെമിനാർ ഹാള്, ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്റ്റല്, ക്യാൻറ്റീൻ. ഓക്കെ, ലാബിൻ്റെ ഒക്കെ 2 ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അധികം ലാബ് ഉണ്ടാവില്ല, കാരണം അവർക്ക് ആകെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗും മാത്രം ഉണ്ടായതുകൊണ്ട് അത്തരത്തിലുള്ള ലാബ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പ്ലേസ്മെന്റിന്റെ സമ്മറി, ഹയസ്റ്റ് സാലറിയും അവറേജ് സാലറി കണ്ടില്ല. അവിടുത്തെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഇൻഫോസിസും SFO, നെസ്റ്റ്, SFO ടെക്നോളജി, സദർലാൻഡ്, ക്യൂ സ്പൈഡേഴ്സ്, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെയാണ് അവിടെ പ്ലേസ്മെന്റിന് വന്നിട്ടുള്ളത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ IEDസിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, IEDs ഉണ്ട്. പിന്നെന്താണ്, ടെക്നിക്കൽ ഡെവലപ്മെന്റിന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഫേസ് റിസർച്ച് ആൻഡ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഇന്നോവേഷൻ ഇൻ റാപ്പിഡ്ലി ഇൻവോൾവിംഗ് ടെക്നോളജി ഫീൽഡ്. പക്ഷെ അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ബ്രാഞ്ച് പറഞ്ഞില്ലല്ലോ അഡ്മിഷന്റെ കാര്യം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, കരിക്കുലംസ് ആൻഡ് പ്രൊജക്ട്. College follow the AICT standard, focusing on industry relevant project and practical hands-on experience. Academic focus, the institution promote research oriented thinking, aiming to prepare students to tackle complex and real world challenges. ഓക്കെ, അവിടുത്തെ ഫെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓണം സെലിബ്രേഷൻ എന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ എന്ത് നോക്കാം, കോളേജ് ഫെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. ഇനി അവിടെയുള്ള ക്ലബ്ബുകൾ ഏതൊക്കെ, IEEEയും IEDCയും NSS ആണ് അവിടെ ഉള്ളത്. കോളേജിനെ പറ്റിയിട്ട് റിവ്യൂ കൊടുത്തിട്ട് ഗുഡ് ആൻഡ് ബെറ്റർ ക്യാമ്പസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എ റിയലി ഗുഡ് വിത്ത് ലവ്ലി ക്യാമ്പസ്. ഓക്കെ, അത് നിങ്ങൾ നോക്കിയിട്ട് റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. അടുത്ത കോളേജാണ് കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, പള്ളിക്കത്തോട്. ഓക്കെ, ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2011 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ഓക്കെ, KTUവിന്റെ അഫിലിയേഷൻ ഉള്ള കോളേജാണ്. ഓക്കെ, കോളേജിന്റെ ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതിന് 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ് ഉണ്ട്. ടോട്ടൽ 360 സീറ്റാണ് ഉള്ളത്. അവിടുത്തെ അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെന്റ്, NRI കോട്ട വഴി നമുക്ക് കയറാം. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് അവിടെ ലാസ്റ്റ് ഇയർ വന്ന കട്ട് ഓഫ് 57,294 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 65,091 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നത് 49,477 ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് വന്നത് 57,131 വന്നത്. ഓക്കെ, ഫീസ് കൊടുത്തിട്ടില്ല. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് നോക്കാം. 16 ഏക്കർ ക്യാമ്പസ് ആണ്. ഓഡിറ്റോറിയം, ഹോസ്റ്റല്, ലൈബ്രറി, സ്പോർട്സ് ആൻഡ് റിക്രിയേഷൻസ്, ട്രാൻസ്പോർട്ടേഷൻ, കഫ്തീരിയ, സെമിനാർ ഹാള്, ജിമ്മ്, പ്ലേ ഗ്രൗണ്ട്, വൈഫൈ ഒക്കെ ഉണ്ട്. ഓക്കെ, അവിടുത്തെ ലാബിന്റെ ഒക്കെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടുള്ളത് ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത് 18 LPAയും ആവറേജ് സാലറി പോയിട്ടുള്ളത് 5.3 LPA ആണ്. പ്ലേസ്മെന്റ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. 150+ റെപ്യൂട്ടഡ് കമ്പനി അവിടെ വന്നതെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഓക്കെ, 360 സീറ്റുള്ള കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 100% പ്ലേസ്മെന്റ് കിട്ടിയെന്നാണ് ഒരു വെബ്സൈറ്റ് കൊടുത്ത, മീൻസ് അസിസ്റ്റന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്, എല്ലാവർക്കും കിട്ടിയെന്നല്ല. ഓക്കെ,
ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള കമ്പനികൾ വലിയ വലിയ കമ്പനികളെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഫോസിസ്, TCS, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഹീറോ, L&T, ഇൻഫോടെക്, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. റെക്കഗ്നൈസ്ഡ് റിസർച്ച് സെന്റർ ആണ്. 6 ഡിപ്പാർട്ട്മെന്റ് അറ്റ് KITS ആർ റെക്കഗ്നൈസ്ഡ് ബൈ KTU ആസ് റിസർച്ച് സെന്റേഴ്സ്. ആക്റ്റീവ് R&D focus. Undergraduate research with the departments such as civil engineering having established lab and facilities for research. Okay. Innovation initiative. The college focus on fostering a culture of innovation to transform students into entrepreneurs. Okay. Area focus. Research and project span across various engineering disciplines including artificial intelligence in automotive engineering, advanced drive assistance system, hybrid vehicle and electric vehicle technology. ഇത്തരത്തിലുള്ള ഇതിലൊക്കെ എന്തുണ്ട്, അവർ ആക്റ്റീവ് റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. AI ഇൻ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റത്തിൽ അഡാസ്, ഓക്കെ, ഹൈബ്രിഡ് വെഹിക്കിൾസ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, ഇതിലൊക്കെ എന്തുണ്ട്, ആക്റ്റീവ് റിസർച്ച് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്റർനാഷണൽ ആൻഡ് ഇൻഡസ്ട്രി കൊളാബറേഷൻ. കിഡ്സ് ഹാസ് പാർട്ണർഷിപ്പ് വിത്ത് പ്രൊഫഷണൽ ബോഡീസ് ഇൻ ദ USA, കാനഡ, UK, ഹംഗറി, ദുബായിലൊക്കെ ഓഫർ ഫോറിൻ ഇന്റേൺഷിപ്പ് സപ്പോർട്ട് ഇൻ ദ 8th സെമസ്റ്ററിൽ ഫോറിൻ ഇന്റേൺഷിപ്പിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. Technical activities. The institution conduct workshop, seminar, add-on courses. Example, AI in automotive with industry expertsനെ വെച്ചിട്ട് ആഡ്-ഓൺ കോഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കോളേജിലത്തെ ഫെസ്റ്റുകൾ നോക്കാം. ഫെസ്റ്റിന്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓട്ടോ ഷോ ഒക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ ക്ലബ്ബ് IEDCയും NSSും മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ, കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ. There are good faculty members and low fee structure. Scholarships are provided. The faculty is not that good എന്നും കൊടുത്തിട്ടുണ്ട്. Placement are less. The infrastructure is also poor. അതായത് 2 റിവ്യൂ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, റിവ്യൂ നോക്കട്ടോ. അടുത്ത കോളേജാണ് മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഏറ്റുമാനൂർ. ഓക്കെ, ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA NAC A ഗ്രേഡ് കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഇല്ല, ക്യാമ്പസ് എന്ന് തോന്നുന്നു. ഓക്കെ, മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അവിടുത്തെ ബ്രാഞ്ചുകളും സീറ്റുകളും നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്, സിവിൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 120 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 30 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 60 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 600 സീറ്റ് ഉണ്ട്. ഇവിടെ കുറേ ബ്രാഞ്ചുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് ഉണ്ട്, കെമിക്കൽ ഉണ്ട്, പിന്നെ ഇതാ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ 600 സീറ്റ് ഉണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, അവിടുത്തെ അഡ്മിഷൻ മോഡ് കീം മാനേജ്മെന്റ് NRI കോട്ട വഴി കയറാം. നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ കീമിലെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് വന്നത് 61,000 സംതിങ് ആണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 49,500 സംതിങ് ആണ് വന്നത്. സിവിൽ എഞ്ചിനീയറിംഗിന് 62,000 സംതിങ് വന്നു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 49,400 സംതിങ് ആണ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിന് വന്നത് 63,400 ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നത് 59,400 സംതിങ് ആണ് വന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് വന്നത് 66,600 സംതിങ്ങും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് വന്നതും 66,662 ആണ് വന്നത്. ഓക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 66,521. സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗിന് 54,000 സംതിങ് ആണ് വന്നത്. അതായത് കോളേജിലത്തെ ഏറ്റവും ഹയസ്റ്റ് വന്നത് 49,452.
കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനാണ് മീൻസ് ഏത് റാങ്ക് വന്നു, കട്ട് ഓഫ് റാങ്ക് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 49,450 ബാക്കിയൊക്കെ അതിൻ്റെ മുകളിലാണ് വന്നത്. ഓക്കെ, ഏകദേശം 50,000 മുകളിൽ. ഇനി അവിടുത്തെ ഫീസ് നോക്കാം. 85,000 അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. ക്യാമ്പസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ 25.03 ഏക്കർ ക്യാമ്പസ്, ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ, ഹോസ്റ്റൽ അക്കോമഡേഷൻ, ഹെൽത്ത് കെയർ സെന്റർ, ഇൻഷുറൻസ്. ഓൾ ദ സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഏണിംഗ് പേരന്റ് ആർ ഇൻഷുർഡ് അണ്ടർ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്. ഓക്കെ, സ്റ്റുഡൻറ് ഇൻഷുറൻസ് ഉണ്ട്. ക്യാൻറ്റീന്, കോളേജ് ബസ്, ആംഫി തിയേറ്റർ, ഡിജിറ്റൽ, പ്ലേ ഗ്രൗണ്ട്, ജിം, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട്. ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അവിടുത്തെ ക്യാമ്പസിൻ്റെ പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടില്ല. അവിടെ വന്നിട്ട് ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള IBM, HCL, UST ഗ്ലോബലും, 6D ടെക്നോളജീസ്, ടാറ്റ എലക്സി, മഹീന്ദ്ര സിസ്റ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, റിസർച്ച് ഏരിയ ഫോക്കസ് സ്പാൻ CAD ആൻഡ് CAD ആൻഡ് CAM, ഓട്ടോമൊബൈൽ ടെക്നോളജി, പവർ ഇലക്ട്രോണിക്സ്, എനർജി, സെമി കണ്ടക്ടേഴ്സ്, നാനോ ടെക്നോളജി, ഒപ്റ്റോ ഇലക്ട്രോണിക്സിലൊക്കെയാണ് റിസർച്ച് നടക്കുന്നത്. ഇൻക്യുബേഷൻ സെന്റർ, സ്റ്റാർട്ടപ്പ് കൺസൾട്ടൻസി ഉണ്ട്. യൂണിറ്റ് സപ്പോർട്ട്, പ്രൊമോട്ട് ആൻഡ് മാനേജ് ഇന്നോവേറ്റീവ് റിസർച്ച് ആൻഡ് ഓണ്ടർപ്രണർ ജേർണി ആക്ടിവിറ്റീസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. അക്രഡിറ്റേഷൻ ആൻഡ് റാങ്കിങ്, അക്രഡിറ്റ് വിത്ത് NAC A ഗ്രേഡ് 3.24 CGPA. NAC A ഗ്രേഡ് ഉണ്ട്. റെക്കഗ്നൈസ്ഡ് ഫോർ റിസർച്ച് പെർഫോമൻസ്. ഓക്കെ, റിസർച്ച് നടക്കുന്നുണ്ടെന്ന് പറയുന്നത്, അതിന് റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ ഫോക്കസ്, ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് CSE ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ഓറിയന്റഡ് ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രി റെലവൻറ്റ് പ്രൊജക്ട് ആൻഡ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൊളാബറേഷൻസ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻകറേജ് കൊളാബറേഷൻ വിത്ത് ലോക്കൽ ഇൻഡസ്ട്രി ആൻഡ് ഓർഗനൈസേഷൻ ഫോർ അപ്ലൈഡ് റിസർച്ചിന് വേണ്ടിയിട്ട് ലോക്കൽ ഇൻഡസ്ട്രി ആയിട്ട് ഓർഗനൈസേഷനായിട്ട് എന്തുണ്ട്, കൊളാബറേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെജോയും അഞ്ചും വന്നിട്ടുള്ള ഫെസ്റ്റ് നടന്നിട്ടുണ്ട് എന്നാണ് ഫോട്ടോസ് കാണിക്കുന്നത്. അവിടുത്തെ സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ് നോക്കാം. അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS, NCC, എൻവയോൺമെന്റൽ ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ്, ലിറ്ററസി ക്ലബ്ബ്, സോഷ്യൽ ആക്ടിവിറ്റീസ് ക്ലബ്ബൊക്കെ ഉണ്ട്. കോളേജിനെ പറ്റിയുള്ള റിവ്യൂ, ഇൻഡസ്ട്രി ഫോക്കസ്ഡ് AI കോഴ്സ് വിത്ത് സ്ട്രോങ് ഫാക്കൽറ്റി ആൻഡ് പ്ലേസ്മെന്റ് ത്രൂ ക്യാമ്പസ് വൈഫൈ കുഡ് ബി വൈഫൈ കുഡ് ബി ഇംപ്രൂവ്ഡ്. ഇറ്റ്സ് എ സ്ട്രോങ് ANML പ്രോഗ്രാം വിത്ത് ഗുഡ് പ്ലേസ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഗ്രെഗോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാഞ്ഞിരംപാറ. ഓക്കെ, ഗ്രെഗോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാഞ്ഞിരപ്പാറ സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2023 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ഇത് റീസെന്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ഓക്കെ, NB അക്രഡിറ്റേഷൻ ഉണ്ട്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ NB അക്രഡിറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, അഫിലിയേഷൻ KT അഫിലിയേറ്റഡ് കോളേജാണ്. കോളേജിന്റെ ക്യാമ്പസ് നോക്കാം. സെയിം ക്യാമ്പസ് ആണ്. യെസ്, ഓക്കെ, ഇതാണ് കോളേജിന്റെ ക്യാമ്പസ്, GIT. അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് അവിടെ 60 സീറ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 300 സീറ്റ് ഉണ്ട്. ഓക്കെ, കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകളും പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. ടോട്ടൽ 300 സീറ്റ് ഉണ്ട്. സ്കീം മാനേജ്മെന്റ് NRI വഴി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് വന്നത് 62,000 സംതിങ്ങും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് വന്നത് 64,000 സംതിങ്ങും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 66,000 സംതിങ്ങുമാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് പുതിയ ബ്രാഞ്ച് ആയിരിക്കും. അതിനെന്തില്ല, ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഒന്നും കൊടുത്തിട്ടില്ല. ഫീസിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് ക്യാമ്പസ് ഏരിയ കൊടുത്തിട്ടില്ല. വേറെ ഉള്ളത് കോൺഫറൻസ് ഹാള്, സെമിനാർ ഹാള്, ഓഡിറ്റോറിയം,
laboratories and workshops, computer lab, language lab, central library, canteen, college bus, physical education, health care facilities. Okay. പിന്നെ ലാബിൻ്റെ ഫോട്ടോസ്, ലൈബ്രറിൻ്റെ ഫോട്ടോ എന്ന് തോന്നുന്നു, ആണ് ലൈബ്രറിൻ്റെ ഫോട്ടോ ആണ്. നെക്സ്റ്റ് ലാബിൻ്റെ ഫോട്ടോസ്, കമ്പ്യൂട്ടർ ലാബും ഇലക്ട്രോണിക് സർക്യൂട്ട് ലാബും, മീൻസ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ സബ്ജക്റ്റുകളും ആകെ ഇലക്ട്രോണിക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ലാബുകളെ ഉണ്ടാവുള്ളൂ. ഓക്കെ. പ്ലേസ്മെന്റ് സമ്മറി ഒന്നും കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് വിപ്രോ, ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര, HCL, IBM ഒക്കെയാണ് വന്നതെന്നാണ് കാണിക്കുന്നത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, കീ റിസർച്ച് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സെൽസ്. അവിടെ എന്തുണ്ട്? IEDC ഉണ്ട്. ആക്റ്റീവ് IEDC സപ്പോർട്ട് ബൈ ദ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വിച്ച് പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്സ് അപ് ടു 1 lakh rupees per project ആൻഡ് മെന്ററിംഗ് ഫോർ സ്റ്റുഡൻറ് പ്രൊജക്ട്. ഓക്കെ. സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പറേറ്റഡ് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ ഉണ്ട്. സ്റ്റുഡൻറ് ഐഡിയ ഇൻറ്റു ഫങ്ഷണൽ പ്രോട്ടോടൈപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഇൻ കൊളാബറേറ്റിംഗ് വിത്ത് ദ അതർ നാഷണൽ TBI സെന്റർ ആയിട്ടും കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏരിയ, അവർ എമർജിംഗ് ടെക്നോളജീസിലാണ് റിസർച്ച് ചെയ്യുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് വിച്ച് എൻകറേജ് ഹാക്കത്തോൺ, കോഡിംഗ് കോമ്പറ്റീഷൻ, റിസർച്ച് ഓറിയന്റഡ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. സെന്റർ ഫോർ എക്സലൻസ്, ദ കോളേജ് മെയിൻറ്റെയിൻസ് COE ഫോർ AI, ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ് ആൻഡ് റോബോട്ടിക്സ്, serving as a hub for research, prototyping and industry oriented solutions. Industry linked training, GIT integrate industry oriented training and periodic guest lecture from industry expert to bridge the academy industry gap ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഇൻഡസ്ട്രി എന്നുള്ള എക്സ്പേർട്ടിനെ എന്ത് ചെയ്യാറുണ്ട്? ഗസ്റ്റ് ലെക്ചർ ആയിട്ട് കൊണ്ടുവരാറുണ്ട് പീരിയഡിക് ആയിട്ട്. കോളേജിൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് നടക്കാറുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് അവിടുത്തെ ക്ലബ്ബുകളാണ്. ക്ലബ്സ് ഏതാന്ന് നോക്കാം. IEDC ഉണ്ട്. എന്താണ്? Y1 യങ് ഇന്നോവേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ ക്ലബ്ബ് ഉണ്ട്. നാഷണൽ സർവീസ് സ്കീം, NSS, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ക്ലബ്ബ് ഉണ്ട്. TAP, ASTP, സ്പോർട്സ് ക്ലബ് ഒക്കെ ഉണ്ട്. ഓക്കെ. അവിടുത്തെ റിവ്യൂ നോക്കാം നമുക്ക്. സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഓഫ് ഗുഡ് ഫെസിലിറ്റീസ്, പ്ലേസ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ സർവീസ് ആൻഡ് ഫെസിലിറ്റീസ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. ഇപ്പോൾ നമ്മളിന്ന് കോട്ടയത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളാണ് പരിചയപ്പെട്ടത്. ആദ്യം തന്നെ നമ്മൾ RIT പറ്റി പരിചയപ്പെട്ടു. RIT ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. പിന്നെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഓട്ടോണോമസ് കോളേജ്, അമൽ ജ്യോതി ഉണ്ടായിരുന്നു, സെയിൻറ്റ് കിറ്റ്സ് ഉണ്ടായിരുന്നു, കൂടാതെ സെയിൻറ്റ് ജോസഫ് പാല ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഓട്ടോണോമസ് കോളേജ് ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ IHRDന്റെ കീഴിലുള്ള കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കോട്ടയത്തുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളെയും നമ്മൾ എന്ത് പരിചയപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇതിങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു കോളേജിൽ ഇപ്പൊ നിങ്ങൾ ഇത് കൊടുക്കാൻ നിൽക്കുകയാണ്, എന്താ പറയാ, അലോട്ട്മെന്റ് കൊടുക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ റാങ്ക് അനുസരിച്ച് കിട്ടാവുന്ന കോളേജുകൾ ഏതാണെന്ന് നോക്കണം. ആ കോളേജിലുള്ള ഒരു ഓവർവ്യൂ നമ്മളെ വീഡിയോന്ന് കിട്ടും. അത് കൂടാതെ നിങ്ങൾ ആ കോളേജിലാണ് ചേരാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാൻ, മീൻസ് ഈ കോളേജിൽ നിങ്ങൾക്ക് സൂട്ട് ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ആ കോളേജിനെ പറ്റി അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ റിവ്യൂസും സാധനങ്ങളും കോളേജിന്റെ വെബ്സൈറ്റിലും കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും, ഡാറ്റാസ് ഒക്കെ കിട്ടും. ഓക്കെ. അപ്പൊ ഏതൊക്കെ കോളേജ് ഉണ്ട് എന്ന് അറിയാനും വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും അവിടുന്ന് നോക്കേണ്ട സാധനം. എല്ലാം കൂടി നിങ്ങൾക്ക് നോക്കിയിട്ട് എത്തില്ല, കാരണം അലോട്ട്മെന്റ് കൊടുക്കണ്ടേ. അപ്പോൾ അതിന്റെ ഒരു ഗ്യാപ്പിലാണ് നമ്മളിത് ചെയ്തു പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ഡിസ്ട്രിക്റ്റുമായിട്ട് വരാം. ഓക്കെ, ബൈ.